മതനിന്ദ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെ NIA അറസ്റ്റ് ചെയ്തു. ഇന്നലെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പെരുമ്പാവൂർ ഓടക്കാലി സ്വദേശിയായ സവാദ് സംഭവ ദിവസം മുതൽ ഒളിവിലായിരുന്നു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 2010 ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് അധ്യാപകൻ TJ ജോസഫിന്റെ കൈ സവാദ് ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിമാറ്റിയത്. കുറ്റകൃത്യം നടന്ന ജൂലൈ 4 സവാദ് ബാംഗ്ലൂരുവിലേക്ക് കടന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. കേരള പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് 2011 മാർച്ചിലാണ് NIA ഏറ്റെടുത്തത്. ഇതോടെ സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയാണ് സവാദിനെ വിദേശത്തു വെച്ച് കണ്ടെന്നുള്ള രഹസ്യവിവരം NIAക്ക് ലഭിക്കുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സവാദ് കടന്നെന്ന തരത്തിലുള്ള വാർത്തകളും പടർന്നിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു. സവാദിനെ കണ്ടെത്താൻ കഴിഞ്ഞത് NIAയുടെ വലിയ വിജയമാണ്. പ്രവാചകനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയെന്നാരോപിച്ച് 2010 ജൂലൈ 6 പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത്. കഴിഞ്ഞ വർഷം ജൂലൈ 13 കൊച്ചി NIA കോടതി പ്രതികളുടെ ശിക്ഷ വിധിച്ചത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളിൽ മുഖ്യപ്രതിയായ സജിൽ, MK നാസർ, നജീബ് എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 9, 11, 12 പ്രതികളായ നൌഷാദിനും മൊയ്തീൻ കുഞ്ഞിനും അയൂബിനും 3 വർഷം വീതം തടവിനും വിധിച്ചിരുന്നു. 3 വർഷം ശിക്ഷിക്കപ്പെട്ടവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ന്യൂമാൻ കോളേജിലെ BCom മലയാളം ഇന്റേണൽ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചകനിന്ദ ഉണ്ടെന്നാരോപിച്ചാണ് പ്രതികൾ പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത്.